ഹലോ ഫ്രണ്ട്സ്, ജെമിനി പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ്. അങ്ങനെ മഹിമ കാര്യങ്ങളൊക്കെ വന്ന് ചന്ദ്രയോട് പറഞ്ഞല്ലോ. വേറെ ഒന്നുമല്ല, നമ്മുടെ മഹിമയുടെ ആവശ്യം. നമ്മുടെ സച്ചി അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട്, എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ശ്രീകാന്തിനെയും വർഷയെയും കൊണ്ടുപോകണം. അപ്പം അതാണ് നമ്മുടെ മഹിമയുടെ നമ്പർ 1 ആഗ്രഹം എന്ന് പറയുന്നത്. ഏതായാലും ആ ആഗ്രഹം നടക്കാനൊന്നും പോകുന്നില്ല. ഏതായാലും ചെറിയ രീതിയിലൊക്കെ അവിടെ ആ ഒരു കോട്ട നടത്തുന്നുണ്ട് കേട്ടോ. എങ്കിലും നമ്മുടെ സച്ചിയുടെ അടുത്ത് ആ കളികളൊന്നും യേശു പറഞ്ഞു. ഏതായാലും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓക്കെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഇത്ര ഇരിക്കുന്നത് അവൻ വരാൻ പോകുന്നില്ല, അവൻ വരത്തില്ല, അവൻ ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കില്ല. അല്ലെങ്കിൽ തന്നെ അവനെ പങ്കെടുപ്പിക്കാൻ എനിക്കൊരാഗ്രഹവുമില്ല മഹിമേ. അവൻ എൻ്റെ മകനൊക്കെയാണ്, അത് തന്നെയാണ്. പക്ഷെ അവനൊരു വിവരദോഷിയാണ്. നോക്കിക്കോ, അവൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കില്ല. അത് ഞാൻ പറയുന്ന കാര്യവും ഞാൻ അതെല്ലാം സെറ്റാക്കിക്കൊള്ളാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഹിമയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി വരികയും, ശ്രുതി വന്ന് കഴിയുമ്പോഴേക്കും മഹിമ അവിടെ നിൽക്കുന്നത് കണ്ട്, അപ്പോൾ മഹിമ അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ശ്രുതി വന്നു, കുടിക്കാൻ എടുക്കണോ ആൻറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പോവാം മോളെ, പിന്നെ ഞാനൊരു ദിവസം അടുത്ത ദിവസം പിന്നെ വരുമ്പോൾ കുടിച്ചോളാം, കഴിച്ചോളാം. ഇപ്പോൾ എനിക്കൊന്നും വേണ്ട, എനിക്ക് പോട്ടെ, സമയമില്ല, കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടല്ലോ, ഇനിയിപ്പോൾ ദിവസങ്ങൾ ഒത്തിരി ഇല്ലല്ലോ, അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല മോളുടെ കൂടെ താലിമാറ്റ ചടങ്ങല്ലേ, മോളെ അച്ഛനൊക്കെ വരില്ലേ? ആഹാ, മലേഷ്യയിൽ നിന്നൊക്കെ എല്ലാവരും വരുമല്ലോ അല്ലേ, എന്തെങ്കിലും ചോദിച്ചാൽ ശ്രുതി പേടിച്ചു പോവുകയാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ അവിടെ മഹിമ എന്തെങ്കിലും ചോദിക്കും, നമ്മുടെ ചന്ദ്രൻ പിന്നെ അത് ഏറ്റുപിടിക്കും, അത് വലിയ പ്രശ്നമാകും, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി അവിടുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി അങ്ങ് മാറിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ മഹിമ വീട്ടിൽ പോവുകയും ചെയ്തു. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രുതിയോട് പറയുക, അതേ മഹിമ പറഞ്ഞത് കേട്ടോ മോളെ, മോളുടെ അച്ഛൻ വരുമല്ലോ, ഉറപ്പല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ആഹാ വരും അമ്മ, ഉറപ്പായിട്ടും വരും, ഉറപ്പാണല്ലോ, ഇനി അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ മാറ്റമൊന്നുമില്ല അമ്മ, അച്ഛൻ വരും, അച്ഛൻ മാത്രമല്ല അതെ താലിമാലയൊക്കെ നല്ല വലിപ്പം വേണം, അറിയാലോ മഹിമയുടെ മോളെ വർഷ, അവർക്ക് ഒരു കുറവും ഉണ്ടാക്കത്തില്ല, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇതേ ശരീരം മൂടും, അതും കൊണ്ട് നമ്മളും പുറകിലോട്ട് നിൽക്കരുത്, ഞാൻ കണ്ടുപിടിച്ച മരുമോളാ നീ, അതുകൊണ്ട് തന്നെ അവരെക്കാളും ഒരുപടി മുന്നിലാണ് നിൽക്കേണ്ടത്, അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴുത്തും കയ്യും ഒക്കെ നിറച്ചിട്ടാകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഈശ്വര, പോയി സ്വർണ്ണമൊക്കെ ഉണ്ടാകുമോ എന്ന് അറിയില്ല നമ്മുടെ ശ്രുതി, എൻ്റെ ഈശ്വര, ഇനി എവിടെ പോയി സ്വർണ്ണമൊക്കെ ഉണ്ടാക്കും എന്ന് അറിയില്ല നമ്മുടെ ശ്രുതി. ആ ഒരു തരത്തിലാണ് ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രവീന്ദ്രൻ കയറി വരിക, ഒരിക്കലും ഇല്ലാത്ത സ്നേഹമാണ് രവീന്ദ്രന്. അങ്ങനെ രവീന്ദ്രന് ചായ വേണോ, കാപ്പി വേണോ, ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, എന്ത് പറ്റി ചന്ദ്രയെ, വരുമ്പോഴത്തെ ഒരു തുള്ളി ദാഹിച്ച് വന്നാൽ ഒരു തുള്ളി വെള്ളം തരാത്ത നിനക്കിപ്പോൾ എന്ത് പറ്റി പെട്ടെന്ന് ചായയും ജ്യൂസും ഒക്കെ ചോദിക്കുന്നത്? അത് പിന്നെ രവീട്ട കണ്ടാൽ അറിയത്തില്ലേ, രവീട്ട മടുത്ത് ക്ഷീണിച്ച് വന്നതാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓ, മനസ്സിലായി, മടുത്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും തിരക്കുള്ള ആളാണല്ലോ നീ. ആ രേവതി ഉണ്ടെങ്കിൽ വല്ലതും കുടിക്കാൻ പറ്റും. രേവതിയുടെ കാര്യം ഇവിടെ പറയരുത് രവിയേട്ടാ. അതെ, ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് രവിയേട്ടനോട് സംസാരിക്കാൻ ഇരിക്കായി, അതെനിക്ക് മനസ്സിലായി. എന്താ സീരിയസ് കാര്യം? കളിയാക്കല്ലേ രവിയേട്ടാ, വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും താലിമാറ്റ ചടങ്ങിനപ്പോൾ ശ്രുതിയുടെയും താലിമാറ്റൽ അങ്ങ് നടത്തുന്നുണ്ടല്ലോ. അതെ, മഹിമ ഇന്നിവിടെ വന്നിരുന്നു. ഓ, അവരെ ഒത്തിരി പേരെ ഈ താലിമാറ്റ ചടങ്ങിന് വിളിച്ചിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാരും അവരുടെ വധുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ താലിമാറ്റം നമുക്ക് നടത്തണം. അതിനിപ്പോൾ എന്താ, അവർ നടത്താൻ സമ്മതിച്ചില്ലേ, പിന്നെ എന്താ, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെയല്ലേ ചന്ദ്രൻ നടക്കുന്നത്? ഇനിയും പറയുന്നത് എൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കണം, അത് വേറെ ഒന്നുമല്ല രവിയേട്ടൻ ഒന്നും തോന്നരുത്, രവിയേട്ടൻ തോക്കി കയറി വെടിവെക്കരുത്. അതെ, ഈ താലിമാറ്റ ചടങ്ങ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നമ്മുടെ ഈ താലിമാറ്റ ചടങ്ങിൽ ഒരാൾ പങ്കെടുക്കാൻ പാടില്ല. അതാരാടി ചന്ദ്രേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അതാരുമല്ല, നിങ്ങളുടെ മോന്. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ വരുന്നുണ്ട്. രേവതി സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതെന്താടി നീ ഇങ്ങനെ പറഞ്ഞത്, ഏത് മോനെ, അതും കൂടെ നീ പറ. അല്ല, സച്ചിയുടെ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ, സച്ചിയുടെ കാര്യം തന്നെയാണ് എൻ്റെ പൊന്നു രവിയേട്ട, അവൻ എന്തൊക്കെയാ പ്രശ്നം ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ ഈ താലിമാറ്റ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. അവൻ പങ്കെടുത്തു കഴിഞ്ഞാലേ ഇത് കുളവാക്കി കൈ തരും. എത്ര
വലിയ ആൾക്കാർ വരുന്നതാ. ഇത് വലിയ കോടീശ്വരന്മാർ പങ്കെടുക്കുന്ന ചടങ്ങല്ലേ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാണക്കേട് ആർക്കാ? എനിക്കും അതുപോലെ രവിയേട്ടനും ഒക്കെ അല്ലേ അറിയാലോ. അതുകൊണ്ട് സച്ചേട്ടൻ അവളോട് പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നത്. അപ്പോൾ രേവതി ഇങ്ങോട്ട് വന്നിട്ട്, അതേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? താലിമാറ്റ ചടങ്ങിന് സച്ചേട്ടൻ വരണ്ടെന്നോ? സച്ചേട്ടൻ എന്ത് പ്രശ്നം ഉണ്ടാക്കുക എന്നാ പറയുന്നത്? അല്ല, ഇതുവരെ സച്ചേട്ടൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ന്യായമായ കാര്യങ്ങൾക്കല്ലേ സച്ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതേ രേവതി പറയുന്നതിന് ഇങ്ങനെ നീ മറുപടി കൊടുക്കുക. അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്? അവൻ ഇവിടെ ന്യായമായ കാര്യങ്ങൾക്കല്ലേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ല രവിയേട്ടാ, ഇവ പറയുന്നതൊന്നും കേൾക്കരുത്. ഇവക്ക് അങ്ങനെ വളവള എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിലും ഇപ്പോൾ ഇവക്ക് പൂക്കട ഇട്ട് കൊടുത്ത അവൻ കാർ മേടിച്ച് കൊടുത്ത പണം എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പൊക്കി പറയുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും രവിയേട്ടൻ കേൾക്കാതെ നിൽക്കണ്ട രവിയേട്ടൻ, നമ്മുടെ കാര്യമാട്ടോ. അതുകൊണ്ട് രവിയേട്ടൻ നമുക്ക് നാണക്കേടുണ്ടാകാൻ പാടില്ല. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇത് എൻ്റെ മാത്രം അഭിപ്രായം അല്ല. ഇത് ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. ഇന്നിവിടെ മഹിമ വന്നെന്ന് പറഞ്ഞില്ലേ, വർഷയുടെ അമ്മ. വർഷയുടെ അമ്മയും ഇത് തന്നെയാണ് പറയുന്നത്. വർഷയുടെ അമ്മ അങ്ങനെ പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. നമ്മുടെ രേവതിയും ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി വന്നു. സച്ചി ആ വഴി വന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അവർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ സച്ചിനെ ഈ ഒരു താലിമാറ്റ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിൻ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ഇങ്ങനെ കാര്യമെന്ന് പറഞ്ഞപ്പോഴേക്കും, ഓഹോ അത്രയ്ക്കായോ, ഓഹോ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനായി പറയുന്നത്? എന്നാൽ പിന്നെ ഞാൻ ഈ താലിമാറ്റ ചടങ്ങിന് പങ്കെടുത്തിട്ടേ ഉള്ള കാര്യം. ഓഹോ, പ്രശ്നം എന്നാ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ ഓരോന്ന് രവിയേട്ട കണ്ടത് ഇവൻ ഇങ്ങനെ ഓരോന്ന് കിടന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട സച്ചി വേണ്ട, നീ താലിമാറ്റ ചടങ്ങിൽ പങ്കെടുക്കണ്ട. ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, മഹിമയ്ക്കും ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അവരുടെ മക്കളുടെ കല്യാണമാണല്ലോ, വേണ്ട, തീർന്നില്ലേ പ്രശ്നം? താലിമാറ്റ ചടങ്ങിന് രേവതിയും സച്ചിയും പങ്കെടുക്കുന്നില്ല, തീർന്നില്ലേ? അയ്യോ രവിയേട്ടൻ, അപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ഓ, ഞാനിത് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുന്ന ഓർത്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ പൊന്ന് രവിയേട്ടാ, ഇവനെങ്ങാനും ആ താലിമാറ്റ ചടങ്ങിൽ പങ്കെടുത്താൽ പിന്നെ നമുക്ക് രണ്ടു പേർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഇവൻ അത് കുളവാക്കി കൈ തരും. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വീണ്ടും എന്തോ ഇങ്ങനെ പറയാൻ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഓർത്തു, രവീന്ദ്രൻ ഭയങ്കര സപ്പോർട്ടായല്ലോ ചന്ദ്രയ്ക്ക്. അങ്ങനെ ഭയങ്കര നെളിഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഓക്കെ, എന്നാൽ പിന്നെ നീ കാര്യങ്ങളൊക്കെ ഇത്രയും പെട്ടെന്ന് മൂവ് ചെയ്തോ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യുക, അച്ഛന് പകരം വേറെ ഒരാളും കൂടി കണ്ടുപിടിച്ചോ. അല്ല, എനിക്ക് വരാൻ പറ്റില്ല സച്ചി. സച്ചി ഇല്ലാതെ ഈ ഒരു വിവാഹ ചടങ്ങ് താലിമാറ്റ ചടങ്ങ് ഞാൻ പങ്കെടുക്കില്ല. ഇത് കേട്ടത് ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോയിട്ടോ. എന്തോ വലിയൊരു ഷോക്കായിപ്പോയി നമ്മുടെ ചന്ദ്രയ്ക്ക്. ചന്ദ്ര പറഞ്ഞു, രവീട്ടൻ എന്താ ഈ പറയുന്നത്? രവീട്ടനില്ലാതെ താലിമാറ്റ ചടങ്ങ് എങ്ങനെയാ നടക്കാനാ? ആ താലിമാറ്റ ചടങ്ങ് നീ നടത്തിക്കോ. നീയും മഹിമയും മഹിമയുടെ കെട്ടിയവനും അതുപോലെ എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ താലിമാറ്റ ചടങ്ങ് നടത്തിക്കോ. ഫംഗ്ഷൻ വെക്കുമല്ലോ. ഇനിയിപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ. പാവം ഞാൻ വെറും ബസ് കണ്ടക്ടർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ, അതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നിനക്ക് അതും പറയാൻ നാണക്കേടായിരിക്കും. അതുകൊണ്ടേ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യുക, സച്ചി ഇല്ലാതെ ഈ ഒരു ചടങ്ങിൽ ഞാനും പങ്കെടുക്കുന്നില്ല. എൻ്റെ മോനില്ലാതെ ചടങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യം എനിക്കില്ല ചന്ദ്ര. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും ചന്ദ്രൻ അങ്ങോട്ട് വല്ലാതായി പോയിട്ടോ. ചന്ദ്രയാണെങ്കിൽ, രവിയേട്ട എന്താ രവിയേട്ട ഇത്? രവിയേട്ടൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർത്ത് രവിയേട്ടൻ എല്ലാം മനസ്സിലായെന്ന്. മനസ്സിലായിട്ട് എനിക്കെല്ലാം മനസ്സിലായി, അത് പണ്ട് മുതലേ എനിക്കെല്ലാം മനസ്സിലായതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തെ